മണിയൂർ ഗ്രാമപഞ്ചായത്ത് പണിത MCAF മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 4671 ചതുരശ്ര അടി വിസ്തൃതിയുള്ള MCAF-ൽ 25 ടൺ ശേഷിയുള്ള ബേലിംഗ് യന്ത്രം, കുട്ടികൾക്ക് മാലിന്യ പരിപാലനം പഠിക്കാനുള്ള ക്ലാസ് മുറി, ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഫെസിലിറ്റേഷൻ സെന്റർ, വിശ്രമ മുറി എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും നല്ലൊരു പങ്ക് ആളുകളുടെ വിചാരം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് മാലിന്യം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം ഉണ്ടാക്കിയിട്ട് തോന്നിയതുപോലെ വലിച്ചെറിയാനുള്ളതാണ് എന്നാണ് കുറെ പേര് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾ മാലിന്യം ഉണ്ടാക്കും, മര്യാദയ്ക്ക് ഗവൺമെന്റും പഞ്ചായത്തും കൂടി സംസ്കരിച്ചോളണം. ഇത് അതെ 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 അതാണ് മനോഭാവം. മര്യാദയ്ക്ക് ചെയ്തോളണം അല്ലേ? അതിന്റെ ഉദാഹരണം എന്താ? ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആളുകൾ പെരുമാറുന്നതിന്റെ ഉദാഹരണം ഞാൻ ഇന്നത്തെ രാവിലത്തെ പത്രത്തിലെ വാർത്ത. 600 ബിന്ന് വെച്ചിട്ടുണ്ട്. റിവ്യൂ മീറ്റിംഗിൽ അഷ്റഫൊക്കെ വന്നിരുന്നു. ആ റിവ്യൂ മീറ്റിംഗിൽ എന്തുകൊണ്ട് നിങ്ങൾ ബിന്ന് വെച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ കർക്കശമായി പറഞ്ഞിട്ടാണ് വേഗം കൊണ്ടുപോയിട്ട് ബിന്ന് മുഴുവൻ വെച്ചു. ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ, ആ ബിന്നിൽ വീട്ടിലെ സകല മാലിന്യവും കൊണ്ടുപോയിട്ട് കുത്തി നിറയ്ക്കുകയാണ്. സാനിറ്ററി പാഡ്, ഡയപ്പർ, ചക്കയുടെ മടല് വരെ അതിൻ്റെ ഉള്ളിൽ. വീട്ടിൽ ചക്ക വെട്ടി തിന്നട്ടെ, ആ മടൽ ഇത് കൊണ്ടിട്ട് നല്ല. യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇവരെയൊക്കെ മടൽ കൊണ്ട് അടിക്കണം എന്നാണ്. പക്ഷെ മന്ത്രി പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷെ ഫൈൻ ഏർപ്പെടുത്താം, ഫൈനിടാം. ഒരു ദയാദാക്ഷിണ്യം ഇല്ലാണ്ട് ഫൈനിടാം. സാമൂഹ്യ വിരുദ്ധർ എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ പറ്റൂ ഇവരെ? അവനവന്റെ വീട്ടിലെ സകല മാലിന്യം കൊണ്ടുവന്ന് തള്ളാൻ വേണ്ടിയിട്ടാണോ ബിന്ന് വെച്ചിട്ടുള്ളത്? അപ്പൊ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, ബിന്നിൽ വീട്ടിലെ മാലിന്യം കൊണ്ട് തള്ളിയാൽ അവരെ പിടിച്ച് ദയാരഹിതമായ ഫൈൻ ഇടണം എന്ന്. പരമാവധി ഫൈൻ 10,000 രൂപ ഇടാം, അതിടണം എന്ന് പറഞ്ഞു. KP കുഞ്ഞമ്മദ് MLA അധ്യക്ഷത വഹിച്ചു. ബേലിംഗ് യന്ത്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീനയും ഫെസിലിറ്റേഷൻ സെന്റർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റീനയും ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മിഥുൻ കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ്, M ശ്രീലത, കൗതമൻ, സരുൺ, M ജയപ്രഭ, K ശശിധരൻ, B സുരേഷ് ബാബു, ചാലിൽ അഷ്റഫ്, K അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു.